ഇത്രയും നാളായിട്ട് എൻ്റെ സൗണ്ട് റെഡി ആയില്ല. ഏകദേശം ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവും സൗണ്ട് അടിച്ച് പോയിട്ട്. പച്ചമുളക് പറിക്കുകയാണ് ഗൈസ്. പച്ചമുളക് കണ്ടോ, ഇത്രേ പറിച്ചുള്ളൂ. ഒരു ചെടിയിൽ തന്നെ എന്തോരം ഉണ്ട്, ഇനിയും കുറേ ഉണ്ട്. എന്തിനാ ഈ പച്ചമുളകെല്ലാം കൂടെ പുഴുങ്ങി തിന്നാനോ? ഇനി വേറൊരു ചെടിയുണ്ട്, അതിനകത്തൊന്നും പറിക്കണം. എന്നോട് പറിക്കാൻ പറഞ്ഞു, ഞാൻ പറിക്കുന്നു. നല്ല രസമുള്ള പരിപാടിയാണ്. ഇതാണ് നീളത്തിലുള്ള പച്ചമുളക്. കണ്ടോ, കുറേ ഉണ്ട്. ഇപ്പോൾ പറിച്ചിട്ടും കുറേ നിൽക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ഉണ്ട പച്ചമുളകുണ്ട്, അത് അപ്പുറത്താണ് കേട്ടോ. ഒന്ന് തൊട്ടാൽ മതി, ഭയങ്കര മൃദുലമാണ്. ഇനി ഊരി പോകുന്നു. പാവം. ഈ കഴിക്കുമ്പോൾ ഉള്ള ഒരു എരിവ് മാത്രമേ ഉള്ളൂ. മനസ്സുകൊണ്ട് ഭയങ്കര ശുദ്ധനാന്ന് തോന്നുന്നു. അമ്മേ, ചെടിക്ക് വെള്ളം ഒഴിക്കുവാണോ? ഞാൻ ഒഴിച്ചോളാം കേട്ടോ. വെറുതെ അമ്മയുടെ ടെൻഷൻ കുറയ്ക്കാലോ. ഇടയ്ക്ക് എനിക്ക് അപ്പുറത്ത് അമ്മമ്മ കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് മുല്ലപ്പൂവിൻ്റെ ഇത് പൂത്തിട്ടില്ല, നിൽക്കുന്നുണ്ട് പക്ഷെ പൂത്തിട്ടില്ല അവിടെ. ആഹാ, ഇനിയിപ്പോൾ ഇതിപ്പോൾ വിരിയും. അയ്യോ, എൻ്റെ മുല്ലപ്പൂ നാളെ ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ട് തരണേ. എനിക്കിഷ്ടമായി. എനിക്കിതിൻ്റെ സ്മെല്ല് വേണം. എനിക്ക് ഇത് കണ്ടോ, കുറേ തക്കാളിയൊക്കെ ഇങ്ങനെ പഴുക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് മക്കളെ, പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. കാന്താരിയിൽ ഈ കാന്താരി ഉണ്ടോ, ഇവിടെ ഇതിനെ പാൽക്കാന്താരി ആണെന്ന് തോന്നുന്നു. സംഭവം വലിയ എരിവൊന്നുമില്ല, പക്ഷെ ക്യൂട്ടാണ്. കുറേ കാന്താരി ഉണ്ട് കേട്ടോ. കൂട്ടിൽ നിന്നും നേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. തൊണ്ട ശരിയാവുമായിരുന്നു, ഞാൻ പാടി തകർത്തേനായിരുന്നു. തൊണ്ട ശരിയാവാൻ നന്നായി, ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. അമ്മോ, ദേഷ്യം 2 വട്ടത്തിൽ കൂടുതൽ വിളിക്കരുത്. അപ്പം എന്തോ അല്ലമ്മ, ഈ വഴുതനങ്ങ പറിക്കണോ? ഈ 1, 2 ഇതിൽ കൂടുതൽ അമ്മമാരെ സ്നേഹത്തോടെ വിളിക്കാൻ പോലും പറ്റത്തില്ല. എന്താ എനിക്ക് വേണ്ട സ്നേഹം ഒരു കുറ്റമാണോ കുട്ടേട്ടാ? ഇവിടെ ചില സമയത്ത് എൻ്റെ അമ്മയുടെ കാര്യത്തിൽ സ്നേഹം കുറ്റം തന്നെയാണ്.